ഈ കാട്ടിനകത്തൂടെയുള്ള ഈ റിസർവ് ഫോറസ്റ്റിനകത്തൂടെ ഈ ഡാമിലേക്കുള്ള വഴി അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കാറിന്റെ ബാക്കിൽ ലീഫ് സസ്പെൻഷനാണ്, ലീഫ് പ്ലേറ്റ് എന്ന് പറയും. പ്ലേറ്റ് അതുകൊണ്ടാണ് ഈ കുലുക്കം. ഓക്കെ, നമ്മുടെ പഴയ ജീപ്പ് പോലെ അല്ലേ? നമ്മുടെ കാറുകൾ പോലെ ഷോക്ക് അബ്സോർബർ അല്ല. ഓക്കെ, ഇത് പ്ലേറ്റ് സസ്പെൻഷൻ അതുകൊണ്ട് ഭയങ്കര കുലുക്കം. പക്ഷേ ഇത് ലോഡ് കയറുമ്പോൾ കുലുക്കം കുറയും. ഓക്കെ, അതായിട്ട് പ്രത്യേകത. മാത്രമല്ല ഓഫ് റോഡ് വെള്ളത്തിൽ കൂടെ ചീറ്റിച്ചെടുക്കാം. കൂട്ടം കൂടി നിർത്തിയോ സെൽഫി ഇത് കനാലോ ഒരു വണ്ടി ഇറങ്ങിക്കോ. ഓ പൊളി. അതാ വെള്ളച്ചാട്ടത്തിന് നല്ല അരപ്പില്ലേ? അരുവി ഒഴുകി ഇങ്ങനെ വരുവേ. അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ നടന്നു പോയൊന്നും ചെയ്യരുതെന്ന്. ആക്സിഡൻറ്റ് പ്രോൺ ഏരിയയാണ്. ഒത്തിരി പേര് മുങ്ങിമാറാൻ സംഭവിക്കുന്നത് കേട്ടോ. ഇവിടെ വെള്ളം കാണാനൊക്കെ വന്നാലും കളക്ടറിൻ്റെ വാണിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വിഷ്വൽ ഒന്ന് കാണിക്കാം. ഇത് നേരെ തന്നെ ആ ഒക്കക്കകത്തോട്ടാണ് ചാടുന്നത്. ഇത് അറ്റത്തൊന്നും പോയി നിൽക്കല്ലേ. നമ്മൾ താറ് പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റൊക്കെ ഉണ്ട്. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താണ്? ഇറങ്ങുന്ന വഴിയാണ്. ചെറിയൊരു ഉൾവനത്തിലൂടെ ഞങ്ങൾ ഒടുക്കത്തെ ഫോഴ്സാണ് വെള്ളത്തിന്. നല്ല കാരണം 2-3 ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്ത് കിടക്കൂല്ലേ. അങ്ങനെ ഇറങ്ങി വന്നു. ഒടുവിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ അവിടെ അതുകൊണ്ട് വെള്ളം വന്ന് വീണിട്ട് അതിൻ്റെ പുക വരെ കാണാം. ഞങ്ങൾ പണ്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അന്ന് ഇവിടെ അധികം വെള്ളമില്ലായിരുന്നു. രണ്ട് ഇവിടെ ചള്ളയൊക്കെ ആയി കിടപ്പുണ്ട് ഇവിടെ. നേരത്തെ വെള്ളം കയറിയതിൻ്റെ ഇതൊക്കെ നല്ല കരകവിഞ്ഞൊഴുകിയ സമയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ഒഴുക്കുമുണ്ട്. പിന്നെ അവിടുന്ന് കണ്ടില്ലേ, അവിടുന്ന് എനിക്കൊന്ന് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ഡാം റിസർവിൻ്റെ മുകളിൽ കൂടെ ഉള്ള വെള്ളമാണ് വന്ന് ചാടുന്നു. അവിടെ നല്ല എത്ര വാട്ടിൻ്റെ എനിക്കറിയാം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നോക്കാം എത്ര കണ്ടില്ലേ. ഇവിടെ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ് ഇത്. പാറക്കൂട്ടമാണ് മൊത്തം ഇവിടെ. ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അന്ന് വന്നപ്പോൾ തീരെ വെള്ളമില്ലായിരുന്നു. അത് കുറേ വർഷം മുമ്പാണ്, ഒരു 3-4 വർഷം മുമ്പാണ് ഞങ്ങൾ വന്ന്. തീരെ വെള്ളമില്ല. അവരവിടെ പോയി. കണ്ടില്ലേ, ഇവിടെ പാറക്കെട്ടുകളാണ് മുഴുവൻ. ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് ഈ അള്ളുകളാണ്. അള്ളുകളെന്ന് പറയുന്നത് ഇപ്പൊ താഴെ കണ്ടോ, താഴെ വെള്ളം കയറി കിടപ്പുണ്ട്. നമ്മൾ വരുന്ന വലിയ വെള്ളം ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങും അങ്ങോട്ട്. ഇതുപോലെ അള്ളു കാണും. ചിലപ്പോൾ പാറക്കെട്ടുകളാണ്. കാലകത്തോട്ട് പോകും. കാല് പുടയിൽ നമ്മൾ കുടുങ്ങി വീഴും. അങ്ങനെയാണ് കൂടുതൽ പേരോട് മരിക്കുന്നത്. ഇത് നല്ല ഡെപ്താണ്, നല്ല ഡെപ്തുള്ള സ്ഥലം ഇത്. കാരണം എനിക്ക് അറിയാം ഒത്തിരി മുങ്ങി വരണം നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. മാത്രമല്ല ഇത്തവണ വെള്ളപ്പൊക്കത്തില് ആ കാണുന്ന പമ്പ് ഹൗസ് കംപ്ലീറ്റ് അതിന്റെ കൈവരിയുടെ മേളിൽ വെള്ളം പോയതാണ്. എന്റെ അമ്മ അവിടെ വരെ വെള്ളം കയറിയാണ് ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിന്. വെറുതെ അല്ല, അവിടെ ചെളി മുഴുവൻ കിടക്കുന്ന മണ്ണ് മൊത്തം അങ്ങനെ വന്നിരിക്കുന്നതാണ്. ആ മണ്ണ് മുഴുവൻ അങ്ങനെ വന്നു. ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇത്. ഇത് കണ്ടില്ല, പാറക്കെട്ടുകൾ കിടക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകളും ഒക്കെ ഉണ്ട്.
ഈ ഗ്യാപ്പുകൾ കാരണം തന്നെ ഒത്തിരി പേരുടെ ഇവിടെ ഇറങ്ങുന്നവരുടെയൊക്കെ മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി. ഞങ്ങളപ്പോൾ സേഫായിട്ട് ഇവിടെ നിൽക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളത് ഇറങ്ങുന്നൊന്നുമില്ല. ഇറങ്ങരുത് ഇങ്ങനൊന്നും നിങ്ങൾ പോയി, കാരണം നമുക്കറിയത്തില്ല എപ്പോഴാണ് കൈവിട്ട് പോകുന്ന കാര്യങ്ങളൊന്നും. ഇതിനപ്പുറത്തേക്കൊന്നും ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാനേ പോകല്ലേ, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നമുക്ക് തോന്നുമ്പോൾ വെള്ളമായിട്ട് തോന്നും, പക്ഷെ ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ് മൊത്തം. ഇതുകൊണ്ട് അള്ളു കണ്ടില്ലേ, നല്ല ആളുകളുണ്ട്. നമുക്കറിയത്തില്ല എപ്പോഴാണ് കാല് നമ്മളതിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പോകും. അതുമല്ല വെള്ളത്തിൻ്റെ ഫോഴ്സ് കണ്ടില്ലേ, എന്തോ ഫോഴ്സാണ്. അയ്യോ, ഡാം ഉണ്ടായിട്ട് തന്നെ ഇത്രയും ഫോഴ്സ്. എന്തായാലും നല്ലൊരു, എനിക്കൊന്ന് ഈ പാറക്കെട്ടുകളാണ് പെരുന്തേനരുവിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയും. മേളിൽ കയറിയിട്ടും നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ആ ഫീല് കണ്ടോ അതുകൊണ്ട് ഇതാ പ്രഷറാണ്. ഇങ്ങനെ വന്ന് അവിടെയൊക്കെ എന്താ വലിയ ഇതായി കാണുമെന്ന് പറയാം, ഗർത്തങ്ങളുണ്ടായി കാണും ഇഷ്ടം പോലെ. അത് നമ്മുടെ ഡാം ഒഴുകി വരുന്ന വഴിയാണ്, അത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി വരുന്ന. ഞങ്ങളുടെ നിന്നപ്പോഴേ കുറച്ച് നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇതൊക്കെ കയറുകയാണ് തിരിച്ച്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുടയൊക്കെ വണ്ടിക്കകത്തായിരുന്നു. കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആ പാറയുടെ വേറൊരു പാറയുണ്ട്, എൻ്റെ മണ്ടയ്ക്ക് ഒന്ന് കയറാൻ വേണ്ടി പോവാം. അവരതുകൊണ്ട് അങ്ങ് എത്തി. ഇനി എങ്ങനെ ഇതുവഴി നടക്കും, ഓക്കെ എവിടെ ചവിട്ടണം. ഡെപ്ത് നമുക്ക് തിരിച്ചറിയാനേ പറ്റത്തില്ല, ഇറങ്ങിപ്പോയാൽ തീർന്നു. ചെറിയൊരു കഴിവഴി വന്നേക്കുക, അവിടെ പോലും നമുക്ക് ആഴം തിരിച്ചറിയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ പോയ കഴിയുന്നുണ്ട്, അത് നേരെ തണ്ട അങ്ങോട്ടാണ് പോകുന്നത്. അത് അവരെ ചാടി കയറി പോകുന്നു. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഭാഗത്ത് വന്നു. ഇനി അങ്ങോട്ട് പാറകളില്ല, ഇനി അങ്ങോട്ട് 2 നദിയുള്ളൂ. അങ്ങോട്ട് പോയാൽ തീർന്നു. എൻ്റെ അമ്മ എന്താ ചുഴിയാന്ന് നോക്കി, ഈ വെള്ളം വന്നിട്ട് അവിടെ ഒരു ചുഴിക്കകത്തോട്ട് പോവുക. അങ്ങനെ ദൂരെ നമുക്കൊരു ഡാം കാണാം. ആ ഡാമിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് വരുന്ന വെള്ളമാണ് നമ്മൾ മുമ്പേ കണ്ടത്. പാറമട ചവിട്ടി കയറിക്കൊണ്ടിരുന്നോണ്ടേ കാലേന്ന് സ്ട്രാപ്പില്ലാത്ത ചെരുപ്പായിരുന്നു. അത് കാരണം ചെരുപ്പ് ലൂസായിപ്പോയി, ചെരുപ്പങ്ങ് പോയി. ഒരു ചെരുപ്പേ ഉള്ളൂ ഇപ്പം കയ്യിൽ. ദേവിയെ നിങ്ങൾ ഇവിടെയൊക്കെ വരുന്നുണ്ടെ സ്ട്രാപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞത്. ആ ഭാഗം കുറച്ച് ഇറങ്ങാൻ പറ്റുന്നു, ഇറങ്ങാനല്ല വന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ഭാഗമാണ്. വെള്ളം കയറി എന്താ നിരപ്പായത്. ഈ മനോഹരമായ കാഴ്ച ഇവിടെ വന്നാൽ. ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലം. അതെന്താ കാണുന്ന ബിൽഡിങ് ചിലപ്പോൾ ഗസ്റ്റ് ടൂറിസ്റ്റ് ഹോമുകളൊക്കെയാണ്. ടൂറിസ്റ്റ് ഹോം അതാണ്. പക്ഷെ കാരണം വെച്ചുച്ചറ നല്ലതായിട്ട് എല്ലാം ചെയ്ത് കിട്ടും. ഇവിടെ മാത്രമല്ല ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ ഇതാ അതിൻ്റെ ബ്യൂട്ടി, ഇങ്ങനെ വരുന്നത്. ആ പ്ലാസ്റ്റിക് ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം വെള്ളം എന്തുമാത്രം ഇത്തവണ വന്നതാണ്. ഇത്തവണ വന്നതിൻ്റെ വെള്ളത്തിൻ്റെ അടയാളം നമ്മുടെ പ്ലാസ്റ്റിക്കുകളൊക്കെ നോക്കാം. ഇത്രയും പ്ലാസ്റ്റിക്കുകളൊക്കെ ഒഴുകി വരുന്ന ഓർക്കണം. അയ്യോ, ആ മരത്തിൽ തന്നെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് അപ്പുറത്തെ കൊണ്ട് ആ മരത്തിലൊക്കെ നമുക്ക് കാണാം പ്ലാസ്റ്റിക്കുകൾ ഒന്നുകൂടിയിരിക്കുന്നത്. അല്ല ഈ നദിയിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇനി ഡെസ്റ്റിനേഷൻ ചെല്ലാൻ പറ്റത്തില്ല. ഡാമും കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. സൂക്ഷിച്ചിറങ്ങണേ, വെള്ളമില്ലെങ്കിൽ പോലും ആ പാറയിലൊക്കെ ഉടക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. തെന്നിയാലും പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീണ്ടും ഒരു സെമി ഓഫ് റോഡ്. ഓൺലി ഓൺ 2 വീൽ ഡ്രൈവ്. ഇതാണ് ആ കൈവഴി കട്ട് ഓഫ്.
ഈ കട്ട് ഓഫാണ് നമ്മൾ മുമ്പേ അവിടെ തന്നെ ചാടുന്നതാണ്. അതുകൊണ്ട് ആ കട്ട് ഓഫാണ്. നമ്മൾ ഡാം ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മുടെ റൂട്ടല്ലേ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കാണുന്നത്. കോരത്തോട് വഴി, കോരത്തോട് മുണ്ടക്കെ ഈ ഡാമിൽ നിന്നുള്ള ഓവർഫ്ലോ ആയി വരുന്ന വെള്ളമാണ്. ഇവിടുന്ന് കുറച്ച് വെള്ളം പോകുന്നുണ്ട്. പെരുന്തേനൂര് ഡാം കണ്ടില്ലേ? വാവ്. ഇവിടെ നിന്നൊരു ചെറിയ കൈവഴി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ചെറിയ കൈവഴി, ഈ കൈവഴി വഴി ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളവിടെ കണ്ടാവും. ആ ഒരു ചാനൽ വഴി. ചെറിയൊരു ഡാം. മേജർ പോർഷൻ എനിക്ക് നമ്മുടെ മേജറായിട്ടുള്ള വെള്ളം അവിടെ വഴി പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. മേജർ പോർഷൻ പൊങ്ങുമ്പോഴല്ലേ ഉള്ളൂ. ഇതാണ് ഡാം. ഡാം വഴിയാണ് നമ്മൾ കയറുന്നത്. ഇതുവഴി ചെറിയ വഴിയാണ്. കയറണമല്ലോ. ചെറിയ വണ്ടിക്കൊക്കെ പോവാം. ഇതൊക്കെ താഴെ ഇവിടെ ഒട്ടും വെള്ളമില്ല. പക്ഷെ ഇവിടെ അറിയാൻ പറ്റത്തില്ല ആഴം ഉണ്ടോ ഇല്ലയെന്നൊന്നും. ഇത്ര പൊക്കത്തിലാ വന്നോണ്ടിരിക്കുന്നത് വെള്ളം ചാടിപ്പോകുന്നത്. അപ്പൊ എന്തുമാത്രം ഉണ്ടെന്ന് അപ്പം പൊക്കത്തി വന്നിട്ടാ ചാടിപ്പോകുന്നു. നല്ലൊരു വ്യൂ ആണ്. ഇതാ നല്ല അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? നല്ലൊരു കാഴ്ചയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പക്ക ഫോറസ്റ്റ് അല്ലേ? വീടുകളും വീട് ചെറിയ രീതിയിലുള്ള ഫോറസ്റ്റ്. തോടയിലൊക്കെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. ആൾക്കാരപ്പം താമസിക്കാണ്ട് എല്ലാവരും പോകുന്ന എല്ലാ ദിവസവും. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഡാം പണിയുന്നതിന് മുമ്പില്ല. ഈ വഴിയില്ല. അപ്പൊ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്? അല്ല, അവരെല്ലാം കറങ്ങി വെച്ചുറന്ന് വരുമായിരുന്നു. അപ്പൊ ഈ റോഡ് എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂട്ടത്തിൽ പണിതായിരിക്കും. ഓക്കെ ഓക്കെ. ഇവിടെ വരെയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ വരെ ഇത് ഡെഡ് എൻഡ് ആയിരിക്കും. ഇപ്പൊ ഈ പാലം വന്നോടുകൂടി നമുക്ക് ഇവിടുന്ന് ഒരു കണക്ഷനായി. മുണ്ടക്കയം റൂട്ടിലൊക്കെ പോകേണ്ടി. എരുമേലിയാ മെയിനായിട്ടല്ലേ. ഞങ്ങളപ്പോൾ ഇവിടുന്ന് കുട്ടിക്കാനത്തേക്ക് പോവുകയാണ്. അപ്പം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.